കൂടി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആ കാന്താരിയുടെ ഒരു നല്ല പൊക്കച്ചിൽ നമുക്ക് നാവിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സബ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർ എത്തുന്നതിന് മുമ്പ് 1/2 കിലോമീറ്റർ മുമ്പ് റൈറ്റ് സൈഡിലായിട്ട് പോർച്ചുഗൽ എന്ന് പറയുന്ന പുതുതായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ സെലിനും വന്നിട്ടുണ്ട്, തേജലും ഉണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളായിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കപ്പോൾ പോർച്ചുഗലിലെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ കോട്ടയത്ത് നിന്ന് വരുന്ന MC റോഡാണ് ഈ കാണുന്നത്. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ഏറ്റുമാനൂർ വരുന്നത്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർ പോകുമ്പോൾ റൈറ്റ് സൈഡിലും ഏറ്റുമാനൂരിൽ നിന്ന് ഇല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് കോട്ടയം പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടുമാണ് പോർച്ചുഗൽ വരുന്നത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. ഹായ്. നമ്മളങ്ങനെ ഹോട്ടലിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെയായിട്ട് വിശാലമായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവർ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയായിട്ട് ഒരു വളരെ മനോഹരമായിട്ടൊരു പെയിൻറ്റിങ് ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ വാതിൽക്ക് നിന്ന് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. നമ്മളങ്ങനെ അവിടുന്ന് മുമ്പിലോട്ട് നടക്കുമ്പോൾ ഇവിടെയായിട്ട് AC സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോർച്ചുഗൽ എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു നെയിം ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. നമ്മളങ്ങനെ AC-ലോട്ട് എൻ്റർ ചെയ്യുകയാണ്. അതായത് എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ AC-ലോട്ട് കയറി. AC-യിലും ന്യായമായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മുടെ ഹോട്ടലിലെ ഓണർ അജിത്തേട്ടൻ വന്നിട്ടുണ്ട്. അജിത്തേട്ടൻ എന്നാ ഉണ്ട്? നല്ല വിശേഷം. ഹോട്ടൽ ബിസിനസ് ഒക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല പോകുന്നു. ഈ പോർച്ചുഗൽ എന്ന് പറയുന്ന അത് ഒരു മീൻസ് നിങ്ങളുടെ മെനുവിൽ കണ്ട് ഇഷ്ടംപോലെ 31ാമത്തെ ഔട്ട്ലെറ്റ്. ഇത് ഫ്രാഞ്ചൈസി ആണ്? ഫ്രാഞ്ചൈസി ആണ്. പാർട്ണറായിട്ട് ഇത് 4 പേര് ഞങ്ങൾ 4 ഫ്രണ്ട്സ് പാർട്ണർഷിപ്പ് കൂടി നടത്തുന്നത് ബിസിനസ് ആണല്ലേ? ഓക്കെ. നമ്മൾ കോട്ടയത്ത് നിന്ന് വരുമ്പോൾ ഏറ്റുമാനൂർ എത്തുന്നതിന് 1/2 കിലോമീറ്റർ തൊട്ടുമുണ്ട് റൈറ്റ് സൈഡ് ആയിട്ട്. ഓക്കെ. പിന്നെ ഇവിടെ ഏതൊക്കെ ടൈപ്പ് ഡിഷസ് ആണുള്ളത്? ഡിഷസ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന അറേബ്യനാണ്. പിന്നെ അതുപോലെ തന്നെ ചൈനീസ് നമ്മൾ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷവർമ, ബിരിയാണി, മന്തി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഷേക്ക്, ഡ്രിങ്ക്സ് കാര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. പിന്നെ നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മന്തിയിലും ഈ പറഞ്ഞ ബിരിയാണി, ഷവർമ, ഇത് ഇത്ര 3 ഐറ്റംസിലാണ്. ഈ ഷവർമയൊക്കെ ഞാൻ വേറൊരു സ്ഥലത്ത് കണ്ടേക്കുന്നതിനേക്കാളും ഒത്തിരി വെറൈറ്റിയിൽ. ഷവർമ നമുക്ക് ഒരു 5 ടൈപ്പ് ഷവർമ വരുന്നുണ്ട്. നമുക്ക് മറ്റുള്ളവരെക്കാളും ഒരു പല ഫ്ലേവറാണ് വരുന്നത്. മെക്സിക്കൻ, ഇറ്റാലിയൻ, ലെബനീസ്, ഫ്രഞ്ച്, സ്പാനിഷ് അങ്ങനെ തുടങ്ങിയ അപ്പം എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സോസുകളാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇപ്പോൾ സ്പാനിഷ് ആണെങ്കിൽ ആ ഒരു സ്പാനിഷ് ടൈപ്പിലുള്ളൊരു സ്പൈസി കുറവായിട്ടുള്ളൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ മെക്സിക്കനും അതുപോലെ തന്നെ എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരും.
നമ്മുടെ ഇവിടുത്തെ പ്രൈസിംഗ് ഒക്കെ വരുന്നത് എങ്ങനെയായിരിക്കും? പ്രൈസിങ് റീസണബിൾ ആണ് ഈ പറയുന്ന. പക്ഷേ നമ്മൾ കൂടുതലും വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നില്ല. ഷവർമ എന്ന് പറയുമ്പോൾ മീറ്റായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത്. ഫുൾ മീറ്റ് തന്നെയാണ്. അത് മേടിച്ചവരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. കാരണം നമുക്ക് സ്ഥിരം കസ്റ്റമർ ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാ പേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പോർച്ചുഗലിലെ ഏറ്റുമാനൂർ എന്ന് പറഞ്ഞുള്ള പേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ സിനിമാടൻ ഈ പറയുന്ന ഷറഫുദ്ദീൻ അവരൊക്കെ സ്ഥിരം നമ്മുടെ ഷവർമയുടെ കസ്റ്റമറാണ്. അപ്പോൾ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നോൺ എ സി ആയിട്ടും എ സി ആയിട്ടും നമുക്ക് എ സി വരുന്നുണ്ട്, നോൺ എ സി വരുന്നുണ്ട്, പിന്നെ അപ്സ്റ്റെയറിൽ വരുന്നുണ്ട്. അപ്സ്റ്റെയറിൽ ചെറിയ എന്തെങ്കിലും പാർട്ടി അപ്സ്റ്റെയറിൽ നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ബുക്ക് ചെയ്ത് കൊടുക്കും. നമ്മൾ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം സീറ്റിംഗും കാര്യങ്ങളൊക്കെ. അതിന് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ല, വേറെ എക്സ്ട്രാ ചാർജസ്. ഇവിടുന്ന് ഫുഡ് കഴിക്കുക, പിന്നെ ജസ്റ്റ് ഒരു ഗ്യാതറിങ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഡിഷസോ അല്ലെങ്കിൽ കേക്കോ അങ്ങനെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ഒക്കെ വേണമെങ്കിൽ അത് കസ്റ്റമറുടെ ഇതനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും, അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇല്ലാതെ കസ്റ്റമർക്ക് കൊണ്ടുവരാം. ഇതിനു വേണ്ടി നമ്മുടെ സ്പെഷ്യൽ ഞാൻ സജസ്റ്റ് ചെയ്യാം. അതിനെ ആയിക്കോട്ടെ. ഒരു ചീസ് അൽഫാം മന്തി, ഒരു കാന്താരി മന്തി, ഒരു ബാർബിക്യൂ, പിന്നെ നമുക്ക് ബീഫ് ഉണ്ട്. ഫിഷ് ഇല്ല, ഇത് ബാക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രിങ്ക്സിലോട്ട് പോകാം കേട്ടോ. ആയിക്കോട്ടെ. അല്ല, ഇപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു ചീസ് അൽഫാം നമ്മുടെ സ്പെഷ്യൽ ആയിട്ട്, ഒരു ചീസ് അൽഫാം മന്തി, ഒരു ബാർബിക്യൂ അൽഫാം മന്തി, കാന്താരി അൽഫാം, പിന്നെ എന്തോ ഒരു ചിക്കൻ ഫ്രൈ. ആയിക്കോട്ടെ. പെട്ടെന്ന് കിട്ടുമോ? ഇച്ചിരി താമസം എടുക്കും. കാരണം ഈ പറയുന്ന അൽഫാമാണ് നമ്മളത് ഗ്രിൽ ചെയ്തെടുക്കേണ്ടത്. ഗ്രിൽ ചെയ്തെടുക്കുന്നതിൽ എല്ലാവർക്കും പറ്റുന്നൊരു പ്രശ്നമാണ്. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. ഞാൻ ഇതിലൂടെ എല്ലാവർക്കും ഒരു അവയർനെസ് തരുവാണ്. നമ്മൾ ഈ അൽഫാം ഈ പറയുന്ന ഗ്രിൽഡ് ഐറ്റംസ് ഒന്നും പെട്ടെന്ന് ചോദിക്കരുത്. എങ്ങനെ കളിച്ചാൽ 20 മിനിറ്റ്, അത് 20 മിനിറ്റിന് മുമ്പേ തന്നെങ്കിൽ ചിലപ്പോൾ അത് കുക്കായില്ലെന്നിരിക്കും. നിങ്ങൾക്ക് തന്നെ ഭക്ഷണത്തിൽ അത് വേറെയുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. നമ്മളപ്പം വെൽ കുക്കഡായിട്ട് നമ്മൾ സെർവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഈ വീഡിയോയിൽ കൂടെ. അങ്ങനെ ഐത്തേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ അൽഫാം ചീസ് മന്തി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാന്താരി അൽഫാം മന്തി, അതുപോലെ ബാർബിക്യൂ അൽഫാം മന്തി. ഇതിൻ്റെ എല്ലാം റൈസ് സെയിം ആണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലേറ്റിൽ തന്നെ ഇവർ സെർവ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു ടൊമാറ്റോയുടെ ഒരു ചട്നി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മയണൈസ്, സാലഡ്, പിന്നെ ഒരു ഗ്രീൻ സാലഡ് വളരെ മനോഹരമായിട്ട് ഇവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ സെല്ലിനെ നമുക്ക് തുടങ്ങുമല്ലേ? ആണ് അങ്ങനെ നമുക്ക് ഫസ്റ്റ് സെർവ് ചെയ്യുന്ന സെല്ലിനെ. അപ്പോൾ 2 പീസ് ചില്ലി ചിക്കൻ ഡ്രൈ. എങ്ങനെയുണ്ട് സെല്ലിനെ ചില്ലി ചിക്കൻ? തൈല എങ്ങനെയുണ്ട്? കൊള്ളാം. ഇനിയിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബോൺലെസ് പീസാണ്. കറക്റ്റ് ആ സോസസിൻ്റെ എല്ലാം ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമുക്ക് മന്തി ടേസ്റ്റിങ്ങിലേക്ക് പോവാം. നമ്മളങ്ങനെ മന്തി ടേസ്റ്റിങ്ങിലേക്ക് പോവുകയാണ്. തേജിൽ നിനക്ക് ഏതാ വേണ്ടേ? എനിക്ക് അല്പം ബാർബിക്യൂ ആണോ അതോ? ബാർബിക്യൂ. നിനക്കോ? ചീസിൻ്റെ. അപ്പോൾ 2 പേർക്ക് നമുക്ക് വിളമ്പി കൊടുക്കാം. ഞാനപ്പോൾ കാന്താരിയും ടേസ്റ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്പൈസി ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ കാന്താരി അൽഫാം നല്ല ജ്യൂസി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്ലേറ്റിലോട്ട് വെച്ചു. ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് റൈസ് കുറച്ച് സെർവ് ചെയ്യാം. മയണൈസ് ഒന്നും എടുക്കുന്നില്ല. നമുക്ക് ആദ്യമേ തന്നെ കാന്താരി ശകലം, നല്ല കാന്താരിയുടെ ഫ്ലേവർ വരുന്നുണ്ട്, നല്ല സ്മെല്ലുണ്ട് കാന്താരിയുടെ. അപ്പോൾ ലേശം നമ്മൾ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് കാന്താരിയുടെ മസാലയും കൂട്ടി എല്ലാവരുടെയും പെർമിഷനോട് കൂടി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്.
ആ കാന്താരിയുടെ ഒരു നല്ല പൊക്കച്ചിൽ നമുക്ക് നാവിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിനിയിപ്പോൾ റൈസ്, മന്തി റൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല വിട്ട് വരുന്ന മന്തി റൈസാണ്. നമ്മുടെ എല്ലാ സ്പൈസസിൻ്റെയും നല്ല ഫ്ലേവർ വരുന്നുണ്ട്. കാന്താരി അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും വന്ന് മസ്റ്റ് ട്രൈ ആണ് കാന്താരി. ഞാൻ ഇനിയിപ്പോൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ നമുക്ക് തേജലിനും സെല്ലിനും അവരുടെ ചീസ് അൽഫാം മന്തിയും ബാർബിക്യൂ അൽഫാം മന്തിയും നമുക്ക് ടേസ്റ്റിങ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. സെല്ലെ, ചീസ് അൽഫാം മന്തി എങ്ങനെയുണ്ട്? എരിവുണ്ടോ? എനിക്ക് പറ്റുന്ന എരിവല്ല. തേല എങ്ങനെയുണ്ട് ബാർബിക്യൂ അൽഫാം മന്തി? തേജലാണ് നമ്മുടെ എല്ലാ ഫുഡ് സ്പോട്ടിലും പോകുമ്പോൾ ഫുഡ് ഏറ്റവും കുറച്ച് കഴിക്കുന്ന വ്യക്തി. എങ്ങനെയുണ്ട് മന്തി റൈസ് ഒക്കെ? എങ്ങനെയുണ്ട്? മന്തി അധികം കഴിക്കാറില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏക്കാലം ഞങ്ങൾ ഫുഡും കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനത്തെ നമ്മുടെ ഗ്രീൻ ലൈം വന്നിട്ടുണ്ട്, നല്ല മുളകൊക്കെ ഇട്ട്. അപ്പോൾ ഇച്ചിരി സ്പൈസി ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന് വേറെന്തോ പേരും കൂടെ ഉണ്ട്, എനിക്ക് ഞാൻ മറന്നുപോയി. മെക്സിക്കനോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. ഒരു ചെറിയ എരിവ്, ചെറിയ ഉപ്പ്, ചെറിയ മധുരം, മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവറാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു വലിയ മുളക് ഇട്ടിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ പോർച്ചുഗലിൽ വന്ന് എല്ലാവരും ഫുഡ് ട്രൈ ചെയ്യുക. നമ്മളിപ്പോൾ കുറച്ച് ഡിഷസ് മാത്രമേ ട്രൈ ചെയ്തുള്ളൂ. നമ്മളിപ്പോൾ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാൻ നിന്നപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മന്തി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇനിയും ഇഷ്ടം പോലെ ഷവർമ എല്ലാം വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേറൊരു ദിവസം വന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.